ഇപ്പോൾ ഒരു വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര ഒരു അടി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ, എൻ്റെ ലൈഫിലല്ല അല്ലാതെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആ കുട്ടിക്ക് ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അച്ഛനും അമ്മയും കൂടെ കൺമുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആരുടെ സൈഡ് നിൽക്കണം എന്ന് അറിയില്ല. I asked him like is it scary for you? He said like it's not scary, it's confusing എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു വൈന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അമ്മേനെ ഇഷ്ടമാണ് അച്ഛനെ ഇഷ്ടമാണ്, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ ഹൗ വി ഹാവ് ടു മാനേജ് അവർ ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ചിൽഡ്രൻ? ഫൈറ്റ്സ് എന്ന് പറയുന്ന വാക്കിനെ മാറ്റിയിട്ട് നമുക്കതിന് ഡിസഗ്രിമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഇറ്റ്സ് വെരി നോർമൽ ടു ഹാവ് ഡിസഗ്രിമെൻറ്റ്സ് വിത്ത് അഡൾട്ട്സ്. എനിക്ക് എൻ്റെതായ രീതി ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മുടിച്ചീക്കിട്ടത് ഇവിടെ വെക്കുക, നിങ്ങൾ മുടിച്ചീട്ട് അപ്പുറത്ത്, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയണമല്ലോ. സോ സർട്ടൺ ഡിസഗ്രിമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ വരുന്നതിന് മുൻപ് തന്നെ ആസ് അഡൾട്ട്സ് ഇഫ് യു ആർ ലിവിങ് ടുഗെദർ വിത്ത് സമ്മൺ ഓർ ഷെയറിങ് എ സ്പേസ് വിത്ത് സമ്മൺ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇയാൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ പാലിക്കുന്ന ഒരാൾ, ഇയാൾ ഇങ്ങനെയാണ് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇയാളുടെ ക്ലീനിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെവല്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇവരുടെ കൂടെ. അതിന് ശേഷമാണ് കുട്ടി എന്ന് പറയുന്ന ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം അത്രയും സമയം കൊണ്ട് നമ്മൾ ആ അഡൽട്ടിൻ്റെ ഒരുമാതിരപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയും നമുക്കും കുട്ടികൾ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് വരാം. കാരണം നമ്മൾ തന്നെ ഒരു 5 കൊല്ലം പുറകിലേക്കുള്ള നമ്മളെ ചിന്തിച്ചാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാം. അങ്ങനെ മാറ്റങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ സ്പേസ് ഷെയർ ചെയ്യുന്ന പാർട്ട്ണറായിട്ട് നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഡിസഗ്രിമെൻറ്റ്സ് വരരുത് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അപ്പോൾ അതിന് കഴിഞ്ഞാൽ അത് ഫൈറ്റിലേക്ക്, അതായത് ഫൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ആയി, ഞാൻ ഒച്ച എടുത്തു, ദേഷ്യപ്പെട്ടുന്നു, അതെൻ്റെ ചുറ്റുപാടിനുള്ള ആൾക്കാരെ ശ്രദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ അത്ര എനർജി ലോസ് ആണ് ഇങ്ങനെ ഒച്ച എടുത്തത്, എനിക്ക് ഇതേ കാര്യം പതുക്കെ പറയാമല്ലോ, മെസ്സേജായിട്ട് അയക്കാമല്ലോ എന്ന് പറയുന്നൊരു സ്വഭാവം. അപ്പം നിങ്ങൾ കുട്ടികളാകുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വരാൻ പോകുന്ന ഡിസഗ്രിമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതൊരു ഡിസ്കഷനായിട്ട് തന്നെ എടുക്കുക. പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ പീരീഡിൽ നമുക്ക് ഇനിയും ഡിസഗ്രിമെൻറ്റ്സ് വരില്ലേ, നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഈ അഡൾട്ട്സ് സംസാരിച്ച് വയ്ക്കുക. എന്നിട്ട് അവർക്ക്, എനിക്ക് പരിചയമുള്ള ഒരു കപ്പിളുണ്ട്, ദേ ടുക്ക് ദ ഡിവോഴ്സ് ഡിസിഷൻ ത്രൂ മെസ്സേജിങ്. I'm not saying that they took it in 10 or few days time അല്ല, ഓവർ ഇയേഴ്സ് ആണ് അവരത് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുട്ടികളെ ബാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ആളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഹെൽത്തി. അവർ ഡിവോഴ്സ് ചെയ്യുന്നതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവർ 2 ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് അതിൻ്റെതായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ, റീസണിലേക്ക് ഇപ്പോൾ പോകണ്ട. പക്ഷേ അവരത് കുട്ടിയുടെ മുമ്പിലല്ല ഡിസ്കസ് ചെയ്യുക. കുട്ടിയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അവർ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അവർ ട്രിപ്സിന് പോകുന്നു, അവർ ഒരുമിച്ചല്ല നിൽക്കുന്നത്, ജിയോഗ്രഫിക്കലി 2 ലൊക്കേഷൻസിലാണ്. അപ്പോൾ വെക്കേഷൻസിന് വരുമ്പോഴാണ് അവർ തമ്മിൽ കാണുക. അങ്ങനെ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ മെസ്സേജസിൽ അവർ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ എ വേ അതൊരു മാനേജിങ് ടെക്നീക്കായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ വരെ എടുക്കുന്ന ആളുകൾ, ഈ എക്സാമ്പിളിലൂടെ കോട്ട് ചെയ്യാനുള്ള കാര്യം, അങ്ങനെ ഡിസിഷൻസ് വരെ നമുക്ക് എടുക്കും എന്നുള്ളത് 2 ഇൻഡിവിജ്വൽസ് ഇവിടെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിസഗ്രിമെൻറ്റ് ഡിസ്കഷൻസ് നമുക്ക് ചെയ്തുകൂടാ? യു ഹാവ് ഇനഫ് ടൈം അല്ലേ? ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി ഒരു പാരന്റിങ് ഒരു പെർസ്പെക്റ്റീവിൽ പോകുമ്പം ഈ ലൈക്ക് കമ്മിങ് ടു ദ ചിൽഡ്രൻ, ഇവരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ നമ്മൾ അച്ഛനമ്മ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, ഇവരുടെ ഒരു POV നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അവരെ എഫക്റ്റ് ചെയ്യുന്നത്? അത് നമ്മൾ നേരത്തെ നമുക്കൊരു കാര്യം പറയാം, മാൽ ന്യൂട്രീഷൻ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അയാൾക്ക് എന്ത് പ്രോബ്ലം വരും എന്ന് ചോദിച്ചാൽ എന്ത് പ്രോബ്ലവും വരാം. കാരണം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചല്ല വളർന്നു നിൽക്കുന്നതെന്ന് പറയാമല്ലോ. എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ജീവിക്കുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് ആ സിറ്റുവേഷനെ സേഫ് അല്ല എന്ന് വിളിക്കാം. സേഫ്റ്റി നീഡ് അവിടെ കുട്ടിയുടെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചാൽ സേഫ്റ്റി. അപ്പോൾ എന്താ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് കമ്പോസ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ കളിച്ചും ചിരിച്ചും പാരൻസിനൂടെ ഗെയിംസ് ഒക്കെ കളിച്ച് നല്ല ലവ് ആൻഡ് ലാഫ്റ്റർ ഉണ്ടാകുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയും ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഈ പ്രോബ്ലംസ് കണ്ട് വളരുന്ന കുട്ടിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. എക്സാക്ട്ലി എൻ്റെ ഡിഫറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആസ് എൻ അഡൾട്ട് ദ ചൈൽഡ് വിൽ ഷോ സംതിങ്. അതാണ് അയാളിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയാം. പക്ഷെ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, കാണിച്ചിരിക്കും ഒരു പ്രോബ്ലം, അത് മറ്റേ കുട്ടിയും ഈ കുട്ടിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ പിന്നെ അങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അത് പിന്നെ നമ്മളുടെ ലൈഫിലും നമ്മൾ ആസ് എൻ അഡൾട്ട് റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒക്കെ ഇയാൾ അത് കാണിക്കും. അത് ഏത് രീതിയിൽ അത് വരും എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ്.